അപ്പം പുറത്തുള്ള സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് തമിഴ്നാടിനെയും ആന്ധ്രയും കർണാടകത്തെയും, ഈ 3 കൂട്ടരും ഇവരുടെ കറവ പശുക്കളാണ് ശരിക്കും. ശബരിമലയുടെ അല്ല, ഉദ്യോഗസ്ഥരുടെ. അങ്ങനെ അവർ നടത്തുന്നുണ്ടെങ്കിൽ ശബരിമല ഇവരുടെ മുഴുവൻ ഒരു ബിസിനസ് കേന്ദ്രമാണ് ഇപ്പോൾ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാണ്. ആ ബിസിനസ് കേന്ദ്രം, കാരണം അവിടെ വെച്ചിട്ട് ഡീല് ഉറപ്പിക്കുക. ആരും ശ്രദ്ധിക്കില്ല, ഭക്തന്മാരായിക്കൊണ്ട് വരുന്നു. ഇവിടുത്തെ കപട ഭക്തന്മാരും കൂടി ചേർന്നുകൊണ്ട്, കപട എന്ന് തന്നെ പറയണല്ലോ ഇവിടുത്തെ ആൾക്കാരെ, 2 കൂട്ടരും കൂടി ചേർന്നിട്ട് ബിസിനസ് ഉറപ്പിക്കുന്ന ഒരു കേന്ദ്രം. ശബരിമല മാത്രമായിരിക്കില്ല, അതിൻ്റെ പാർശ്വ പ്രദേശങ്ങളും ഉണ്ടാകാം. അവിടുത്തെ ആൾക്കാരെ താമസിപ്പിക്കുന്ന ഹോട്ടലുകൾ ഉണ്ടാകാം, ഗസ്റ്റ് ഹൗസുകൾ ഉണ്ടാകാം. ഇതെല്ലാം ഇതിനുള്ള ചില സെൻറ്റേഴ്സായിട്ട് കണക്കാക്കണം എന്നാണ് ഇന്നത്തെ രീതി അനുസരിച്ച് നോക്കും മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് തന്നെ ഇത് വേറെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.